ഇത് ഇത്തിരി പ്രോബ്ലം ഉണ്ട്, സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല എന്നൊക്കെ നേഴ്സിനോട് പറയുന്നത് കേട്ടു ഞാൻ. എന്തായാലും മൊത്തത്തിൽ നല്ല ചെറുപ്പക്കാരായില്ലേ ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ തോന്നണില്ലേ. അപ്പം എൻ്റെ പേര് ബേസിൽ അലക്സാണ്ടർ. ഞാൻ തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. ഞാൻ ഒരു റിട്ടയേർഡ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറാണ്. ഇവിടെ പനമ്പള്ളി നഗറിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അങ്ങനെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഞാൻ തൃപ്പൂണിത്തുറ ഒരു വീട് വെച്ച് തൃപ്പൂണിത്തുറയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ ഏപ്രിൽ 30 ഞാൻ 72 വയസ്സ് പൂർത്തിയാക്കുന്ന ഒരു സീനിയർ സിറ്റിസണാണ്. അപ്പോൾ അതുവരെ മറ്റുള്ള രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നും അങ്ങനെ തന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ അലോപ്പതി മരുന്നുകളോട് അധികം ഉപയോഗിക്കാത്ത ഒരു പ്രകൃതമാണ്. എന്തെങ്കിലും അസുഖം വരുമ്പോൾ എല്ലാവരും പറയും ഹോസ്പിറ്റലിൽ പോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമെങ്കിലും ഞാൻ വീട്ടിലുള്ള വല്ല തുളസിയോ അല്ലെങ്കിൽ കുരുമുളകോ അതൊക്കെ ചതച്ച് അങ്ങനെയുള്ള നാച്ചുറൽ ഭക്ഷണങ്ങളാണ് മരുന്നുകളാണ് കഴിക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയായിട്ട് ഞാൻ 2 വയസ്സായപ്പോൾ തുടങ്ങി അവനെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകും. അങ്ങനെ ഒരു പ്രാവശ്യം നടക്കാൻ പോയപ്പോൾ എനിക്ക് മുമ്പോട്ട് നീങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി, നെഞ്ചിൽ ഒരു ഖനം പോലെ തോന്നി. 2-3 പ്രാവശ്യം ഇങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ വീട്ടിലൊന്ന് സൂചിപ്പിച്ചു, ഇങ്ങനെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ TMT എടുത്തു, എക്കോ എടുത്തു, ECG എടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം എന്ന് വെച്ചാൽ എനിക്കറിയില്ലല്ലോ. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയാണെന്ന്. ഇല്ല, അവർ ചെറിയ ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്നെ തലേ ദിവസം അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ് അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ആൻജിയോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു. രാത്രിയിൽ ഒരു ബാർബർ വന്നിട്ട് പറഞ്ഞു സാറേ ഒന്ന് ഷേവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ ഷേവ് ചെയ്യണം. അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ പ്രശ്നമായി. പിറ്റേ ദിവസം രാവിലെ എന്നെ ഈ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന അതേ രീതിയിൽ നമ്മളെ അവിടെ കിടത്തി. ഡോക്ടർ വന്ന് എന്നോട് അവിടെ കിടന്നു, ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്തോ ഇങ്ങനെ അകത്തുകൂടി കയറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് ഇത്തിരി പ്രോബ്ലം ഉണ്ട്, സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല എന്നൊക്കെ നേഴ്സിനോട് പറയുന്നത് കേട്ടു ഞാൻ. അപ്പോൾ ഈ സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ കർവിലാണ് നിങ്ങളുടെ ബ്ലോക്ക് ഉള്ളത്, 4 ബ്ലോക്ക് ഉണ്ട്, അത് കർവിലാകുമ്പോൾ സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 71 വയസ്സ് കഴിഞ്ഞു, ഈ സമയത്ത് ഞാനൊരു ബൈപ്പാസ് പ്രിഫർ ചെയ്യുന്നില്ല, അതുകൊണ്ട് മെഡിസിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അല്ല, ബൈപ്പാസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ബൈപ്പാസ് ചെയ്യാൻ പറ്റിയ ആരോഗ്യസ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നെല്ലാം പറഞ്ഞ് ആകെ പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞു. വേറൊരു എറണാകുളത്തെ സിറ്റിയിലെ തന്നെ വേറൊരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ബൈപ്പാസാണുള്ളത്, അത് ചെയ്താലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ നേരെ മൂത്ത ബ്രദർ ബൈപ്പാസ് ചെയ്തതാണ്, അതിൻ്റെ മൂത്ത ബ്രദർ സ്റ്റെൻറ്റ് ഇട്ടതാണ്. അപ്പോൾ ബ്രദറിൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞതിന് ശേഷം 3 മാസത്തോളം ഞാനായിരുന്നു ബ്രദറിൻ്റെ കൂടെ നിന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായതുകൊണ്ട് എനിക്കതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കടവന്തറ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ബൈപ്പാസ് ഇല്ലാതെ ഹൃദ്രോഗത്തിന് ചികിത്സ എന്നും പറഞ്ഞ് ബോർഡ് കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കോൺടാക്റ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ വരുന്ന സമയത്ത് ആദ്യത്തെ 2 ദിവസം തെറാപ്പി ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം എൻ്റെ പൾസ് റേറ്റ് ബിലോ 40 ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലൊരു ഇതാണ്, നമ്മൾ ഇത്രയും നാളും കഴിക്കാണ്ടിരുന്ന മരുന്ന് ഇനി ആയുഷ്കാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ ഇവിടെ വന്നു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വൈഫ് ഇവിടെ വന്ന് 1 മണിക്കൂർ വെറുതെ ഇരിക്കുക, ഇതൊരു റിജുവിനേറ്റിംഗ് തെറാപ്പി കൂടിയാണല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു എന്നാൽ അവൾക്ക് കൂടി ഇതൊന്ന് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളും ഇതിൽ പങ്കാളിയായി. 35 ദിവസം ഞങ്ങൾ 1 മണിക്കൂർ വീതം ഈ ഹോസ്പിറ്റലിൽ വന്നു. അത് നല്ലൊരു ട്രിപ്പ് പോലെയാണ്. നമ്മളിവിടെ വരുന്നതെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് പോകണ പോലെയല്ല, ഒരു ജോളി ട്രിപ്പ്. ഈ 40-45 കൊല്ലം കഴിഞ്ഞ് കല്യാണത്തിനിടയ്ക്ക് ഇതുപോലെ എല്ലാ ദിവസവും 35 ദിവസം വന്നപ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് പോലെ നമുക്കെല്ലാവർക്കും തോന്നി. സത്യത്തിൽ ഇവർക്ക് അത് കഴിഞ്ഞപ്പോഴും പിന്നെ നമുക്ക് പോകാമെന്നുള്ള രീതിയിലാണ് ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബൂസ്റ്റർ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവൾക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു.
അതുപോലെ ചെറിയ നടക്കുമ്പോൾ നടുവിനൊരു ചെറിയ കൂന് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ തെറാപ്പി കഴിഞ്ഞതിന് ശേഷം അതുണ്ടായിട്ടില്ല. ഞാൻ എല്ലാവരോടും നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങളിത് ട്രീറ്റ്മെൻറ്റായിട്ട് കണക്കാക്കണ്ട, ഇതൊരു റിജുവിനേറ്റിംഗ് തെറാപ്പി പോലെ ഇന്ദിരാഗാന്ധിയിൽ പോയിട്ട് ഒരു 35 ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും, ഒരു യുവത്വം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ വീട്ടിൽ ചെന്നപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ യുവതിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ കളിയാക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ശരീരത്തിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് തന്നെയല്ല, ഇവിടെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ AC റൂമിൽ നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങാം, 1 മണിക്കൂർ ഉറങ്ങാൻ സുഖമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോവും. ഹോസ്പിറ്റലിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറാണെങ്കിലും അപ്പോൾ വന്ന് നമ്മൾ ചെക്ക് ചെയ്യും, ECG ചെക്ക് ചെയ്യുന്നുണ്ട്, പൾസ് റേറ്റ്, ഓക്സിജൻ റേറ്റ് എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് ഒരു ഭയപ്പാട് വരേണ്ട കാര്യമില്ല. എന്തായാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. കാരണം ഞാൻ 40-45 വർഷമായിട്ട് കന്നഡ ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈയിടെ എനിക്ക് ഒരു ചെറിയ അതിനൊരു വേരിയേഷൻ തോന്നുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ പേപ്പർ വന്നു കഴിയുമ്പോൾ മറ്റത് പേപ്പർ നോക്കുമ്പോൾ കന്നഡ ഇല്ലാണ്ട് നോക്കിയാൽ ഇങ്ങനെ മൂടിയിരിക്കുന്ന പോലെയാണ് തോന്നാറ്. ഇത് തെറാപ്പി കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും എനിക്കിപ്പോൾ പേപ്പർ വായിക്കാം. അത് ഞാൻ വിചാരിക്കണ ഇതുപോലെ ഈ ഒരു തെറാപ്പി നടത്തി അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായതുകൊണ്ടോ അതുകൊണ്ട് ആയിരിക്കാമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബൈപ്പാസ് സർജറിയെ അനുഭവിച്ച് നോക്കുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട, അങ്ങനെയുള്ള പല ബെനിഫിറ്റ്സും ഈ ട്രീറ്റ്മെൻറ്റിനുണ്ട്. 5-8 കൊല്ലമായിട്ട് ശ്വാസമുട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഞാൻ ശ്വാസമുട്ട മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. പിന്നെ കാലിൻ്റെ ഞരമ്പ് ഇങ്ങനെ വലിയുമായിരുന്നു ഇവർക്ക്. രാത്രി കിടക്കുമ്പോഴേ കാലിൻ്റെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞ് ഈ സ്ട്രിങ് പോലെ നിൽക്കും, ഇങ്ങനെ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കാലിൽ ഇങ്ങനെ മുറുക്കി അമർത്തി പിടിച്ചു കഴിഞ്ഞാലാണ് അത് കുറേ നേരം കഴിഞ്ഞാലേ അത് മാറുള്ളൂ. നമ്മുടെ ഈ കാലിൻ്റെ മടക്കിലുള്ള ഞരമ്പുണ്ടല്ലോ, അതിങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഭയങ്കര പെയിനാണ്, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരും. ആ സംഭവം ഇതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു നല്ല ഒരു ഉന്മേഷം പോലെയാണ് തോന്നുന്നത്. എൻ്റെ മകളുടെ മദറിലോ ഇവിടെ വന്ന് ഇത് ചെയ്തതാണ് 1 വർഷം മുമ്പ്. അപ്പോൾ അവർക്ക് ഒരു സ്മാർട്ട്നെസ് വന്നിട്ടുണ്ട് അവർക്ക്. അത് ഞങ്ങൾക്കൊരു പ്രചോദനമായി. എന്തായാലും മൊത്തത്തിൽ നല്ല ചെറുപ്പക്കാരായില്ലേ ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ തോന്നണില്ലേ.